നമ്മൾ പലപ്പോഴും വിഷമയമില്ലാത്ത പച്ചക്കറികൾ കൃഷി ചെയ്യാമെന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ വഴുതന, വെണ്ട, പച്ചമുളക് ഇതൊക്കെ കുഴിച്ചിട്ടതിന് ശേഷം വീണ്ടും അതൊക്കെ ശരിയായി കിട്ടണമെങ്കിൽ കുറേ വിഷമൊക്കെ അടിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തിയെടുക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾക്ക് നഷ്ടപ്പെടുന്ന പ്രകൃതി തന്നെ നമുക്ക് നൽകുന്ന, അതായത് ഒരു വിഷം അടിക്കാത്ത, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വളങ്ങൾ ചേർക്കാത്ത ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥ നമുക്ക് വേറെയുള്ള ആൾക്കാർ ചെയ്യണതിനെക്കുറിച്ച് നമ്മളെ പുകഴ്ത്തി പറയും. നമുക്കുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവില്ല. ഈ കേരളത്തിലുള്ള വലിയ പ്രശ്നം ഫ്രൂട്ട്സ് ഉണ്ടാവാണ്ടോ അല്ലെങ്കിൽ കൃഷി ശരിയാവാണ്ടോ, അതുപോലെ തന്നെ നെല്ല്, അതുപോലെയുള്ള എല്ലാ വിളവുകളും നമ്മൾക്ക് സംഭവിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വിളവെടുപ്പ് എന്നുള്ള കാര്യപ്രാപ്തി ഇല്ലായ്ക. നിങ്ങൾക്ക് കാണാം, ഈ ചക്ക ഏതാണെന്ന് മനസ്സിലായ നമ്മൾ ഇവിടെ ഒരു 80,000 പേരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചക്കയുടെ ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ പരിചയമുള്ളവരൊക്കെ കാണുമ്പോൾ പറയേ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരുപാട് ചക്കയൊക്കെ, പക്ഷെ ഒന്നും നമ്മൾ ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ ചീഞ്ഞു പോയി, പൊട്ടിക്കാൻ പറ്റാതെ പോയി. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഒരു ചക്ക പോലും നഷ്ടപ്പെടുത്താതെ ഞങ്ങൾ ഇതിൽ നിന്ന് ഉപയോഗിച്ചു. നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എത്ര അധികം ചക്ക ഉണ്ടായെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഒരു ചക്ക പോലും, അത് കുറച്ചൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചു, കുറച്ചൊക്കെ നമ്മൾ അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇടിയൻ ചക്കയായിട്ട് സെൽ ചെയ്തു. കിൻഡൽ കണക്കിന് മാങ്ങ. എനിക്ക് തോന്നണേ ഇതൊക്കെ അധികാരികൾ ഇടപെട്ടുകൊണ്ട് തന്നെ, അതല്ലെങ്കിൽ ഈ സംഭരണ സമയത്ത് നമ്മുടെ ഇവിടെ അധികവും ഫ്രൂട്ട്സുകൾ വിളയണ സമയം മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ്. അപ്പോൾ ഈ 3 മാസം ഈ സ്ത്രീ ശക്തിയോ അതുപോലെയുള്ള സംരംഭകരെ കൊണ്ടോ, അപ്പോൾ അവർ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ ഇത് പൊട്ടിച്ചെടുക്കുകയും പാകമാക്കുകയും സെയിൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ സാധ്യതയാണെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു അതിൻ്റെ ബിസിനസ് സാധ്യതകൾ ഉണ്ടാക്കിയിട്ട് അതൊരുപാട് പേർക്ക് പിന്നീട് അവർ അങ്ങനെ ചെയ്തു. പിന്നെ സ്റ്റേറ്റ്സിൽ, അമേരിക്കയിൽ പോയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, അവിടെ നീ പറഞ്ഞ പോലെ ഇടിയൻ ചക്ക വാങ്ങാൻ കിട്ടിയിരുന്നു. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ റെഡി ടു കുക്കായിട്ടുള്ള ഇടിയൻ ചക്ക അവിടെ സെയിലിന് വാങ്ങിയെന്ന് അത്ഭുതത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കും ചെയ്യാവുന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. മറ്റൊരു കാര്യം, ചക്കകളൊക്കെ ഉണ്ടാവണം വരെ നമുക്ക് ശ്രദ്ധയുള്ളൂ. പിന്നെ അത് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രിമ്മിങ് ആണ്. ജാക്ക് ഫ്രൂട്ട് ട്രിമ്മിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെയുള്ള ചെറിയ ചക്കകളൊക്കെ റിമൂവ് ചെയ്തപ്പോഴാണ് മറ്റുള്ളതൊക്കെ വളർന്ന് അതായത് അങ്ങനെ റിമൂവ് ചെയ്യുന്നത് നമുക്ക് കുക്കിങ്, അതായത് ഇടിയൻ ചക്ക പാകത്തിലുള്ളത് അങ്ങനെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ വരെ ഇരിക്കുന്ന പോലെ പ്രിസർവ് ചെയ്ത് വെക്കാം. ചക്ക വരട്ടി ഉണ്ടാക്കും, അതല്ലെങ്കിൽ ചക്ക വറുത്തത്, ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് ഈ വക നമ്മുടെ കയ്യിലുള്ള വിഷമടിക്കാത്ത പച്ചക്കറികൾ, ഫ്രൂട്ട്സുകളെ കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അകലെ നിന്ന് വരുന്ന പച്ചക്കറികളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ ചെറുതായിട്ടെങ്കിലും മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലടിച്ചിരിക്കുന്ന വിഷത്തെക്കുറിച്ച് ബോധവന്മാരായതുകൊണ്ട്. ഞാൻ പറയണത് ഇത് വിഷം മാത്രമല്ല, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം മാനുവർ വളത്തിൻ്റെ ചിലവ് കുറച്ചുകൊണ്ട് ലാഭത്തിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഹ്യൂമൻ വേസ്റ്റ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന കണ്ടാമിനേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന കണ്ടാമിനേഷൻ, ഇതൊക്കെ നമ്മളുടെ ശരീരത്തിന് ദോഷകരമായ കാര്യങ്ങളാണ്. അതുകൂടി ഓർത്തുകൊണ്ട് നമ്മൾക്കുള്ള സാധനങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ. മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാതെ വയ്യ. ഇപ്രാവശ്യം നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് പേർക്ക് ഈ ചെണ്ടുമല്ലികൾ അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ അത് വിളവെടുക്കാറായപ്പോഴേക്കും നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്രാവശ്യം ഓണാഘോഷങ്ങളൊന്നും നടത്തേണ്ടായില്ല. വയനാട്ടിലെ ദുരിതത്തെ പ്രതി എല്ലാം ദേശീയമായി ക്യാൻസലാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് നട്ടു വളർത്തി ഒരുപാട് പേർക്ക് നല്ല വിളവ് കിട്ടിയെങ്കിലും അതൊന്നും വിൽക്കാൻ സാധിക്കാതെ വന്നു. ഇതൊക്കെ അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള തെറ്റായ സമീപനങ്ങൾ മൂലമാണെന്ന് പറയാതെ വയ്യ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.